ഹലോ ഓൾ, അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. റംദാൻ മുബാറക്. എല്ലാവർക്കും ഒന്നുകൂടിയും റംദാൻ മുബാറക്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വ്ളോഗാണിത്. കുറച്ച് നല്ല റെസിപ്പീസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കിട്ടാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. ഇതേപോലെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണം, പിന്നെ കമൻസൊക്കെ എന്തായാലും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഡിലേ ആക്കാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇത് കാണിക്കാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. ഇപ്പം നമ്മളെല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട്. കാലിക്കറ്റിലാണ്. ഇപ്പോൾ പേരൻസൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് താനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താൻ്റെ മുടി ഞാൻ ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്രിം ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ നല്ല ഷോർട്ടാക്കി കൊടുത്തു. അങ്ങനെ മക്കളൊക്കെ ഇവിടെ ആനിമേറ്റഡ് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചേരം ടി വി കണ്ടിട്ട് കുട്ടികൾ എന്തായാലും കളിക്കാൻ പോകാറുണ്ട്, പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഭയങ്കര കളിയാണ്. അപ്പോൾ ഇന്ന് ശരിക്കാക്ക ഉണ്ടായതുകൊണ്ട് ഉമ്മ എന്തായാലും കുറച്ച് സ്പെഷ്യലൊക്കെ ആക്കണം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഉമ്മാൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഐറ്റംസും. അപ്പോൾ എല്ലാം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സാലഡ് പോളയാണ്. അപ്പോൾ ഈസിയാണ്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പോളാക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ സൈസ് ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ഉള്ളി, തക്കാളി, ക്യാബേജ്, മല്ലിയില, പിന്നെ പച്ചമുളകും ഇത് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്യണം. പിന്നെ ചിക്കൻ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഇതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ, ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ തൈര്, 1.5 ടേബിൾ സ്പൂൺ തൈര് യൂസ് ചെയ്യാം, നമുക്ക് തന്തൂരി ഫ്ലേവർ കിട്ടണതിൽ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്കൊരു 5 to 10 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കൈകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചിട്ട് ഒന്ന് എടുത്തേക്കുക. പിന്നെ സാധാരണ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കുക, പോളൻ്റെ ബാറ്റർ റെഡിയാക്കുക. അപ്പോൾ സിമ്പിൾ ബാറ്ററാണ്. അപ്പോൾ മിക്സിയിൽ ഞാൻ 5 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മഞ്ഞയും വെള്ളയും ഒന്നും മാറ്റിയെടുക്കാനൊന്നും ആവശ്യമില്ല, എല്ലാം ഒരുമിച്ച് തന്നെ ഇടാം. അപ്പോൾ മിക്സിയിൽ 5 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ആ ഒരു കുത്തുന്ന ചോയ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഗാർലിക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒരു 5 ഇല്ലി വെളുത്തുള്ളി യൂസ് ചെയ്യാം. പിന്നെ ഒരു ടീസ്പൂൺ സുർക്ക ഒഴിക്കണം. 1 ടീസ്പൂൺ ഞാൻ പെപ്പർ അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് അത് പേസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ബാറ്ററിൽ നമ്മൾ 1 കപ്പ് മൈദ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ 1/2 കപ്പ് ഓയിൽ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാണ്. ഇത് ഇപ്പോൾ തിക്കാവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ അത് നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ ഇവിടെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ടൊന്ന് പീസസ് ആക്കി എടുക്കുക. ഇത് ഒരിക്കലും മിക്സിയിൽ അടിക്കുന്നത് നമുക്ക് കടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ പീസസ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാണ്, ബാറ്റർ റെഡിയാണ്. നമുക്ക് ഇനി സാലഡ് റെഡിയാക്കാം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്യുക. അപ്പോൾ ക്യാബേജ് എപ്പോഴും ചെറിയൊരു പീസ് എടുത്താൽ മതി. ക്യാബേജ് കൂടുതലായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചോയ നമുക്ക് നന്നായിട്ട് കിട്ടും. അതൊരു ചെറിയൊരു പീസ് ക്യാബേജ് എടുക്കാം. പിന്നെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിന് 1 ടേബിൾ സ്പൂൺ ബാറ്റർ. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ചെറിയൊരു പുളിപ്പിന് വേണ്ടി 1 ടീസ്പൂൺ സുർക്കയും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാലഡ് റെഡിയാണ്, ഇവിടെ ബാറ്റർ റെഡിയാണ്. അപ്പോൾ നമ്മൾ പാന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ തവ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ തവ നല്ല ചൂടായി വരുമ്പോൾ പാൻ വെച്ച് കൊടുക്കണം. പാൻ ഒന്ന് നമുക്ക് നെയ്യ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഫുള്ളായിട്ട് ഈ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൻ്റെ ഹാഫ് ബാറ്റർ ഇവിടെ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഹാഫ് ബാറ്റർ നമ്മളിവിടെ ഒഴിച്ചിട്ട് നമ്മൾ സാലഡ് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഈ സാലഡ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാലഡ് ഫുള്ളായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വെച്ച ബാറ്റർ അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 15 to 20 ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി കിട്ടും. പെട്ടെന്ന് കുക്കാവും, മുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് വെച്ച് നോക്കാം. പിന്നെ ഒരു കത്തി വെച്ചിട്ട് നോക്കാം അത് കുക്കായിട്ടുണ്ടോ ഇല്ലേ. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ നോക്കുന്നത് കുക്കായിട്ടുണ്ടോ. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കത്തി നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഉള്ളിൽ ഫുള്ളായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ മുകളിലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വേറെ പ്ലേറ്റിൽ അത് മാറ്റി ഇനി അത് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. തിരിച്ച് ഞാൻ പാനിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഇത് 1 മിനിറ്റ് വെച്ചാൽ മതി. 1 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്താൽ മതി, ആ മുകളിലത്തെ ഭാഗം മാത്രം. അപ്പോൾ ഇത് ഞാൻ 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കണുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒരു ആ കളർ മാത്രം മാറിയാൽ മതി, ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ സാലഡ് പോളവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൂപ്പത്തിരിയാണ്. പൂപ്പത്തിരിയും പിന്നെ കുറുമയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എങ്ങനെ ചിക്കൻ കുറുമ ഉണ്ടാക്കണം കാണിക്കാം. അപ്പോൾ ചിക്കൻ കുറുമയ്ക്ക് ഞാൻ ആദ്യം എണ്ണ ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. നല്ല ടേസ്റ്റുള്ള കുറുമ കേട്ടോ, നല്ല തിക്കായിരിക്കും ഈ ഗ്രേവി. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഞാൻ ഇവിടെ ഗരം മസാല ഇടുന്നുണ്ട്, ഹോൾ ഗരം മസാല. അതിൽ ഏലക്ക ഒരു 5-6 ഏലക്ക, ഗ്രാമ്പു ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഒരു സിനമൺ ഒരു പട്ട, അതൊരു വലിയ കഷ്ണം പട്ടയും, പിന്നെ ബേ ലീവ്സും 1 അതും, പിന്നെ ഒരു വലിയ ഉള്ളി നല്ല സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ഒന്ന് കീറിയിട്ടിടാം. പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി, എത്ര എരിവ് വേണം അങ്ങനെ നോക്കിയിട്ടിടാം. ഞാൻ ഈ പച്ചമുളകും പിന്നെ കുരുമുളകും മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ എല്ലാം കുറച്ച് ആഡ് ചെയ്യാം. കുറച്ചെല്ലാം നന്നായിട്ട് ആഡ് ചെയ്യുക, ആ ഒരു ഫ്ലേവർ വരണം ശരിക്കും ഇതിൽ. നല്ല നാടൻ കുറുമയാണ്, നല്ല ടേസ്റ്റുള്ള കുറുമയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഉമ്മ നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. നല്ല മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറുമ നോക്കാം. നമുക്ക് ഇത് നല്ല വയറ്റി നല്ല ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഇഷ്ടമാണെങ്കിൽ 1 സ്പൂൺ കൂടി ഇടാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ഇതിൽ ഇടുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ കട്ട്ലറ്റ് ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്ത് ആ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഓപ്ഷനാണ്. ഈ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ക്യൂബ്സ് ഇല്ല അതിട്ടാൽ മതി. അതും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതേപോലെ വയറ്റി സാധാരണ പോലെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ചിക്കൻ സ്റ്റോക്ക് ഇതിൽ ഇടണുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ സ്റ്റോക്ക് ഒന്ന് തിളക്കുമ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഈ കറി ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി. ഇനിയും ഗരം മസാല വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുക, പെപ്പർ വേണമെങ്കിൽ കുറച്ചുകൂടി പെപ്പർ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം പറയാണ്ട്, ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ആ വീഡിയോ ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിലിട്ടാൽ മതി. ഉള്ളി വഴറ്റുമ്പോൾ ആ ഒരു സമയത്ത് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്. ഞാൻ ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഒരു തിക്നെസ്സിന് വേണ്ടി ഒരു ക്രീമി കറിയൊക്കെ ഇട്ടുക. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്തിടുക. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ഭയങ്കര ക്രീമി ആയിട്ടൊക്കെ കിട്ടുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ 2ാം പാലും, നാട്ടിലാകുമ്പോൾ 2ാം പാലും 1ാം പാലൊക്കെ ഉണ്ടാവും. അപ്പോൾ 2ാം പാൽ ഫസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് 1ാം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളക്കണ്ട.
അപ്പോൾ ഇവിടെ ഉമ്മ കട്ട്ലറ്റിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടാക്കിയ മസാലയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ പൊട്ടാറ്റോ ഇട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഓഫാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിതിൽ എന്തായാലും തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചെറിയ ചോപ്പായിട്ട് അതിലിട്ടിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇതിൽ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ രണ്ടാം പാൽ ഒഴിക്കാം. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, ഒന്ന് തിക്കായി വരണം. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ഗ്രേവി വേണം. എല്ലാ കറി കുറച്ച് ഗ്രേവി ആവശ്യമുള്ള ആൾക്കാരാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ രണ്ടാം പാലം കുറച്ച് കൂടുതൽ ഒഴിച്ചത്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ഇവിടെ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളക്കണ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഇത് തിളക്കണ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കുർമ ഇവിടെ റെഡിയാണ്. ശരിക്കും നല്ല ടേസ്റ്റുള്ള കുർമയാണ്, നല്ല ക്രീമിഷ്. നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ പേസ്റ്റാക്കി ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കുർമ. ഇവിടെ ഉമ്മ ബീഫ് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നല്ല അടിപൊളി ബീഫ് മസാലയായിരുന്നു. ഷെയ്ഖിയുടെ ഫേവറേറ്റാണ് ബീഫ് ബിരിയാണി. അതുകൊണ്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു സിമ്പിൾ സ്നാക്കാണ്. നമ്മൾ സമോസ പോലെ തന്നെയാണ് ചിക്കൻ പാറ്റീസ്. അപ്പോൾ ചിക്കൻ്റെ സമോസൻ്റെ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ സമോസ ഫില്ലിംഗ് ആണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ കാണിച്ച് കട്ട്ലറ്റ്ക്ക് വേണ്ടി മാറ്റി വെച്ച് മസാലയാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ചിക്കൻ പാറ്റീസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് ചിക്കൻ ബോക്സും പറയാം, ചിക്കൻ പാറ്റീസ് അല്ലെങ്കിൽ ചിക്കൻ സ്ക്വയർ, എന്ത് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് കൂടി വെച്ചിട്ട് ഇതേപോലെ മസാല സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. 4 സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഒട്ടിക്കാൻ മറക്കരുത്. ഈ ഒരു ഇതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ ഒന്ന് പേസ്റ്റ് തേച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. നെക്സ്റ്റ് അതേപോലെ മറ്റേ സൈഡ് കോർണറിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാം. മറ്റേ സൈഡ് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ബാക്കി ഷീറ്റ് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു ഷീറ്റ് എടുക്കുക. സെൻറ്ററിൽ നമ്മളെ മൈദൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. മറ്റേ ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലസ് പോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. പിന്നെ സെൻറ്ററിൽ മസാല ഒന്ന് വെക്കാം. ഇത് സാധാരണ ഫില്ലിംഗ് ആട്ടോ. സാധാരണ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ചിക്കൻ ഇട്ടിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല, മല്ലിയില ഇട്ടിട്ട് സിമ്പിൾ മസാലയാണിത്. സിമ്പിൾ നമ്മൾ സമോസാൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതേപോലെ 4 സൈഡും നന്നായിട്ട് ഇങ്ങനെ മൈദ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കാൻ കാരണം അല്ലെങ്കിൽ എണ്ണയിൽ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ തുറന്ന് വരും. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ കോർണറിൽ ഇതേപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നമുക്ക് ഈ മൈദൻ്റെ പേസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഉള്ളോട്ടൊന്നും എണ്ണ കുടിക്കില്ല. ഇതേപോലെ ചെയ്യുക, എല്ലാം ഇതേപോലെ ചെയ്യുക. പെട്ടെന്ന് തീരും ചെയ്യും. പിന്നെ സിമ്പിളാണ്, ഒരു ചേഞ്ച്. അപ്പോൾ ഇതേപോലെ ബാക്കി ചിക്കൻ പാറ്റീസ് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. സെയിം സമോസ പോലെ തന്നെ ഒരു ഒരു ഷേപ്പിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ പാറ്റീസ് ഫ്രൈ ചെയ്യാനുള്ള റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഇവിടെ ഏകദേശം റെഡിയാണ്. ദമ്മിട്ടാൽ മതി. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡിയാണ്.
അപ്പോൾ നമ്മൾ ചിക്കൻ പാറ്റീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈങ് പാൻ ആണെങ്കിൽ നമുക്ക് എല്ലാം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാം, ഒരു 4-5 ഒരുമിച്ച് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ കടായി ആയതുകൊണ്ട് എനിക്ക് ഒന്നൊന്ന് ഫ്രൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി പോകും, അപ്പോൾ നന്ന് ശ്രദ്ധിക്കാം, അത് കുറേ ടൈമൊന്നും വേണ്ട. പിന്നെ ഇതേപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ആ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മൈദാൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ തീരെ എണ്ണ ഒന്നും കുടിക്കില്ല. അപ്പോൾ സമോസ ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്താൽ മതി, ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ അപ്പോൾ തന്നെ തിരിച്ചിടാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈസി ആയിട്ടുള്ള ചിക്കൻ പാറ്റീസ് ഇവിടെ റെഡിയാണ്. സിമ്പിളാണ്, പെട്ടെന്ന് പണി തീരും. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉന്നക്കായൻ്റെ പരിപാടിയാണ്. ഉമ്മ കുറച്ച് ഉന്നക്കായും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് ഇസാനാണ് ഫുൾ ഹെൽപ്പിങ്. അവൾ ഭയങ്കര ഇഷ്ടമാണ് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുക പറഞ്ഞാൽ. അപ്പോൾ കിച്ചണിൽ എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാവലുണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതാ കളിക്ക് കഴിഞ്ഞ് മക്കളൊക്കെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് കിച്ചണിലേക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് വന്നിട്ട് എന്താ ഉണ്ടാക്കുന്നത് ചോദിക്കാറുണ്ട്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം പുറത്തിരിക്കാൻ വിചാരിച്ചു. നല്ലൊരു ക്ലൈമറ്റുമാണ്, പിന്നെ മക്കളെ കളി കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പൂപ്പത്തിരിയും പിന്നെ ചിക്കൻ കുർമ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ കുർമ ഞാൻ ഉണ്ടാക്കി കാണിച്ചു. ഇനി പൂപ്പത്തിരിയാണ്. അപ്പോൾ പൂപ്പത്തിരി പറഞ്ഞാൽ മടുക്ക് പത്തിരി, കോഴിക്കോടൻ സ്പെഷ്യലാണ് മടുക്ക് പത്തിരി, അല്ലെങ്കിൽ കണ്ണ് വെച്ച പത്തിരി, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ പൂപ്പത്തിരി പറയാൻ കാരണം ചിലപ്പോൾ പൂവിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പും 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെയാണ് സിമ്പിളായിട്ട് കുഴക്കുക. അപ്പോൾ 2 ടീസ്പൂൺ ഓയിൽ, നമ്മൾ സാധാരണ റിഫൈൻഡ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒഴിക്കുക. ഇപ്പോൾ ഓയിലില്ലെങ്കിൽ ഗീ ആയാലും നെയ്യ് ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും. വെള്ളം ഒഴിക്കുന്ന മുന്നേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മെയിനായിട്ട് നന്നായിട്ട് കുഴക്കണം. നന്നായിട്ട് കുഴച്ചാലാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പത്തിരി കിട്ടുക. അപ്പോൾ ഇത് നല്ലോണം കുഴച്ച് കഴിഞ്ഞു. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമോ ഇളം ചൂടുള്ള വെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളമാണ് അവിടെ യൂസ് ചെയ്ത്. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളൊന്ന് 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു തുണി എടുത്തിട്ട്, ഒന്ന് കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക, ഒന്ന് മുകളിലത്തെ ഭാഗം ഒന്ന് ഡ്രൈ ആവാതെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ് ആയി. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെയാണ്, ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചാൽ ഒന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഒന്നുകൂടി ഞാൻ കുഴക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി, പൂരിൻ്റെ അത്ര വലുപ്പമുള്ള ബോൾസ് അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ അത്ര വലുപ്പമുള്ള ബോൾസ് ആക്കി എടുക്കുക. ഞാൻ ഇവിടെ ചപ്പാത്തിൻ്റെ അത്ര വലുപ്പമുള്ള ബോൾസാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഉമ്മ അതാ ഉന്നക്കായ ഇവിടെ റെഡിയാക്കി വെക്കണം. കുറച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനാണിത്, ഉന്നക്കായും പിന്നെ കട്ട്ലറ്റും. അപ്പോൾ ഇത് അടിപൊളി ഉന്നക്കായ, നല്ല പഴമായിരുന്നു, നല്ല അടിപൊളി പഴുത്ത പഴമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊന്ന് കൂടുതൽ സോഫ്റ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് ഉന്നക്കായ കിട്ടും. അപ്പോൾ നമ്മൾ ടേസ്റ്റിയുള്ള ഉന്നക്കായ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പൂപ്പത്തിരി, മടുക്ക് പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്, ശരിക്കും പറയുന്ന പോലെയല്ല, ഈസി ആയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്, മടുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെ ചെയ്യേണ്ടത്.
അപ്പോൾ സാധാരണ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ആദ്യം റൗണ്ടാക്കി ചപ്പാത്തി പരത്തുക. പിന്നെ ഞാൻ ഗീ ആണ് ഇവിടെ ഒന്ന് ടേസ്റ്റ് കൂടുതലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒന്ന് ഗീ ഒന്ന് നമ്മൾ നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കുക. വീണ്ടും ഒന്ന് നെയ്യ് ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മൈദപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി പെർഫെക്റ്റായിട്ട് സ്ക്വയർ വരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അത് മടക്കി വെച്ച് ഒന്ന് പൂ പോലെ ഒന്ന് ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഭയങ്കര പെർഫെക്റ്റ് ആവണമെന്നും ആവശ്യമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി 4 സൈഡും ഇനി ഫോൾഡ് ചെയ്തെടുക്കുക, ഒരു പൂ പോലത്തെ ഒരു ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, ഞാൻ കോഴിക്കോടുകാരത്തിയൊന്നുമല്ല. അപ്പോൾ ഞാനിത് കഴിച്ചപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 കോർണേഴ്സിൽ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പൂപ്പത്തിരി ഇവിടെ റെഡിയാണ്, മടക്ക് പത്തിരി അല്ലെങ്കിൽ പൂപ്പത്തിരി. അപ്പോൾ അടുത്ത് ഇതേപോലെ ചപ്പാത്തി പരത്തുന്ന പോലത്തെ ഇതേപോലെ തന്നെ പരത്തുക. കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ നെയ്യൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മൈദപ്പൊടി ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കുക. പിന്നെ 2 സൈഡിൽ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോൾഡിങ്ങിൽ നമുക്കിങ്ങനെ നെയ്യ് ആക്കി കൊടുക്കുക. അപ്പോഴാണ് ഈ ഒരു ലെയേഴ്സ് കിട്ടുക, ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ലെയർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് സ്ക്വയർ ആയിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു പത്തിരി നമ്മൾ ബീഫിൻ്റെ കൂടെയോ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ മുട്ട റോസ്റ്റിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാനിത് കുറുമ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. എപ്പോഴും നമ്മൾ തേങ്ങ വറുത്തരച്ച കറി അങ്ങനെ ആയതുകൊണ്ട് ഒന്ന് ചേഞ്ച് ആക്കിയതാണ് കുറുമയിലേക്ക്. അപ്പോൾ കുറുമയുടെ കൂടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പൂപ്പത്തിരി പരത്തിയെടുക്കുക. ഇത് ശരിക്കും ഇതിൽ കുറേ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, അത്ര ഭയങ്കര ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ചെയ്ത് അതിന് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. വേണമെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യാം, പിന്നെ സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടുന്ന പോലെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു സൈഡായി വരുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിടാം. ബാക്കി എല്ലാ പത്തിരി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പത്തിരിക്ക് നല്ല പൊന്തി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള പത്തിരി. അത് ഒരു ഉള്ളോട്ട് ഒരു നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ പൂപ്പത്തിരി. അപ്പോൾ ഡീപ് ഫ്രൈയിലെ പ്രശ്നം, അപ്പോൾ ഡീപ് ഫ്രൈ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയാലും പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ ചുടുക, അല്ലെങ്കിൽ നമ്മൾ മടക്ക് ചപ്പാത്തി ചുടുന്ന പോലെ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ മടക്ക് പത്തിരി അല്ലെങ്കിൽ പൂപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ കുറുമാൻ്റെ കൂടെ ഇത് അടിപൊളിയായിരുന്നു, ഏത് കറീൻ്റെ കൂടെ നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ ഷെജിക ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. മിൻറ്റ് ലൈം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മിൻറ്റ് ലൈമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി റെസിപ്പീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഭയങ്കര ലോങ് വീഡിയോ ആവും. അപ്പോൾ എല്ലാവർക്കും ഏകദേശം അറിയുന്ന റെസിപ്പീസാണ് ഉന്നക്കായും പിന്നെ കട്ട്ലറ്റും ബിരിയാണീൻ്റെ ഒക്കെ. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിതാ ചിക്കൻ സാലഡ് പോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമുണ്ട്. നേരത്തെ ഞാൻ വ്ളോഗിൽ കാണിച്ചത് കേക്കായിരുന്നു, കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ഫ്ലഫി ആയിരുന്നു. അത് കുറേ പേര് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി, പിന്നെ നമ്മുടെ മടക്ക് പത്തിരി അല്ലെങ്കിൽ പൂപ്പത്തിരി.
അപ്പോൾ ഇത് കാണുന്നത് പാലടയാണ്. ട്രിവാൻഡ്രം സ്പെഷ്യലാണ്. എൻ്റെ സിസ്റ്ററിൻലോ പറഞ്ഞ റെസിപ്പിയാണിത്. അപ്പോൾ അത് അരിയും പിന്നെ പാലും മുട്ട, തേങ്ങാപ്പാലും മുട്ട, അത് സിമ്പിളാണ്. നമ്മൾ നീർദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ അതിൽ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല രസമാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ അത് ഏത് കറീൻ്റെ കൂടെ മാച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇന്ന് കാണിച്ച റെസിപ്പീസൊക്കെ എന്താണ് ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. കുറേ ഫീഡ്ബാക്ക്സ് കിട്ടാറുണ്ട്, നല്ല സന്തോഷമാണ് കാണുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. യു ടേക്ക് കെയർ ആൻഡ് അസ്സലാമു അലൈക്കും.